കോർപ്പറേഷനിൽ പഴയ വാഹനങ്ങൾ ലേലം ചെയ്യുന്നത് വൈകുകയാണ്. കോർപ്പറേഷൻ ഓഫീസിനകത്ത് കാട് കയറി തുരുമ്പെടുത്ത് നശിച്ചു കിടക്കുന്നത് നിരവധി വാഹനങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വാഹനങ്ങൾ. മാലിന്യ സംസ്കരണത്തിനായി ഉപയോഗിച്ച വാഹനങ്ങളും തുരുമ്പെടുത്ത് നടക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. തെരുവ് നായ്ക്കളും ഇഴജന്തുക്കളുടെയും താവളമാണ് ഈ കട്ടപ്പുറത്തായ വാഹനങ്ങൾ. സിനോജ് നമുക്കൊപ്പം ചേരുന്നു. സിനോജ്, നമ്മൾ കേരളം മുഴുവൻ നടത്തിയ ഒരു മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഈ പറയുന്ന സർക്കാർ ഓഫീസുകളിൽ യാതൊരു വിധത്തിലുള്ള സർവീസുകളുമില്ലാതെ അറ്റകുറ്റപ്പണികളുമില്ലാതെ കട്ടപ്പുറത്തായി കിടക്കുന്നത്. എന്താണ് കോർപ്പറേഷനിലെ കാഴ്ച? ഗുഡ് മോർണിംഗ് സിനോജ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇവിടെയും കാഴ്ചകൾക്കൊന്നും ഒരു മാറ്റവുമില്ല. അരുൺകുമാർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുള്ളതാണ്, കോഴിക്കോട് കോർപ്പറേഷൻ കണ്ടിട്ടുള്ളതാണ്. ഈ അടുത്തിടെയാണ് ലക്ഷങ്ങൾ മുടക്കി കോഴിക്കോട് കോർപ്പറേഷൻ നവീകരിച്ചത്. പുറമേ നിന്ന് നോക്കിയാൽ അതിമനോഹരമാണ്. ലൈറ്റ് ഒക്കെ ഇട്ട് രാത്രി തിളങ്ങും, ഇന്റർലോക്കും പെയിൻ്റൊക്കെ അടിച്ച അവസ്ഥയാണ്. പക്ഷേ അതിന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വാഹനങ്ങൾ ശ്മശാനം എന്ന് പറയാം. ഇത് നോക്കൂ, ഇവിടെ നൂറുകണക്കിന് വാഹനങ്ങളാണ്, ചെറുത് മുതൽ, അതായത് ഓട്ടോറിക്ഷ മുതൽ ലോറി വരെ നിരവധിയായ വാഹനങ്ങളാണ് ഇവിടെ തുരുമ്പെടുത്ത് കിടക്കുന്നത്. ഈ കാണുന്ന ലോറി എന്ന് പറയുന്നത് KL 11 AN 1524, അതായത് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ 12 വർഷവും 3 മാസവും മാത്രമുള്ള വാഹനമാണ്. ഇനിയും ഇത് ഉപയോഗിക്കാം, 15 വർഷം വരെ ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനമാണ്. പക്ഷേ തുരുമ്പെടുത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇതിൻ്റെ ഇൻഷുറൻസ് തീർന്നത്. പക്ഷേ നോക്കൂ, തുരുമ്പെടുത്ത്, ഇത് ബീച്ചാണ്, കടൽ തീരത്താണ് ഓഫീസുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വെറുതെ ഇട്ടാൽ തന്നെ തുരുമ്പെടുത്ത് പോകും. അങ്ങനെ തുരുമ്പെടുത്ത് നശിച്ച് കിടക്കുന്ന ലക്ഷക്കണക്കിന് വിലയുള്ള വലിയൊരു വാഹനമാണ്, മാലിന്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വാഹനമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ നോക്കൂ എത്ര ഓട്ടോറിക്ഷയാണെന്ന് നോക്കൂ. ഇതൊക്കെ തന്നെ ഓട്ടോറിക്ഷ ഇടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് അതൊക്കെ തന്നെ തള്ളി നീക്കി അടിച്ച് പരത്തി മൂലക്കിട്ടിരിക്കുന്ന അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്, വാഹനങ്ങളുടെ ശ്മശാനം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം അത്രയധികം വാഹനങ്ങളാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ ഞങ്ങൾക്ക് തന്നെ പേടിയാണ്. കാരണം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുള്ളതാണ്. പാമ്പ്, നിരവധിയായ പാമ്പുകൾ ഇതിനകത്തുണ്ട്. ഓരോ വാഹനത്തിൻ്റെ അടിയിലും തെരുവ് നായ്ക്കൾ കിടന്നുറങ്ങുകയാണ്. വെയിലായതുകൊണ്ട് അവർ തണൽ തേടി ഈ ലോറിയുടെ അടിയിലാണ് വന്ന് കിടക്കുന്നത്. നമ്മൾ അടുത്തേക്ക് വയൽ കുറച്ചുകൊണ്ട് പുറത്തേക്ക് വരും, കടി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെയൊക്കെ നോക്കൂ എത്ര വാഹനങ്ങളാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ പിടിച്ചെടുത്ത തട്ടുകടകളുണ്ട്. ആ തട്ടുകടകളും ആ തട്ടുവണ്ടികൾ ഉൾപ്പെടെയാണ് ഈ കിടക്കുന്നത്. വിലപിടിപ്പുള്ള ലോറികൾ, ഓട്ടോറിക്ഷകൾ, ഇതൊക്കെ തന്നെ കാട് കയറി കിടക്കുന്നു. ഈ വലത്തോട്ട് ക്യാമറ തിരിച്ചാൽ കാണാം ഈ കാടിനകത്ത് എത്ര വാഹനമുണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല. ആ സൂം ചെയ്താൽ കാണാം KL 11 K 3075. അതിൽ ലോറിയുടെ നമ്പർ പ്ലേറ്റ് ആണ് കാണുന്നത്. ലോറി കാണാനേ ഇല്ല, കാരണം അത്രയധികം രീതിയിൽ കാട് കയറി മൂടിക്കിടക്കുകയാണ്. ഈ പൊന്തക്കാടിനിടയിൽ നിരവധിയായ വാഹനങ്ങളുണ്ട്. ഈ കാട് വെട്ടിത്തെളിച്ചാൽ മാത്രമേ എത്ര വാഹനം അതിനകത്ത് ഉണ്ടെന്ന് പോലും കണ്ടെത്താൻ കഴിയുള്ളൂ. ഇത് സമയബന്ധിതമായി ലേലം ചെയ്ത് കൊടുക്കാത്തതാണ് ഈ പ്രതിസന്ധി കാരണം. കൗൺസിൽ ചേരുന്നത് എന്തുകൊണ്ടാണ് ചേട്ടാ ഇങ്ങനെ വാഹനങ്ങൾ കുന്നുകൂടി കിടക്കാൻ കാരണം? കുന്നുകൂടി കിടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം സമയോചിതമായി ഇത് ലേലം ചെയ്ത് വിൽപ്പന നടത്തേണ്ടതാണ്. പക്ഷെ ആ കാര്യത്തിൽ വളരെ അമാന്തമാണ് കോർപ്പറേഷൻ. സാധാരണ മെക്കാനിക്കൽ വിഭാഗമാണ് ഇതൊക്കെ ചെയ്യുന്നത്. മെക്കാനിക്കൽ വിഭാഗം ഉണ്ടോ ഇവിടെ? വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗമില്ല. ഒരു മോട്ടോർ വാഹനങ്ങൾ കേടുവന്നാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ സമീപിക്കേണ്ട ഒരു ചുറ്റുപാടാണുള്ളത്. ഇവിടെ നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് ഇതിനാവശ്യമായുള്ള ഒരു ഗ്യാരേജും അതുപോലുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സംവിധാനം ഇല്ല. വണ്ടി നന്നാക്കാൻ സംവിധാനമില്ല, ഒരു സംവിധാനമില്ല. അങ്ങനെ ആ ചെറിയ പിഴവുള്ള വണ്ടികൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് തുരുമ്പെടുത്ത് നശിച്ച് വിൽപ്പന നടത്തേണ്ട ഗതികേടിലാണുള്ളത്. അപ്പോൾ സന്ദർഭോചിതവും സമയോചിതവുമായി ഇടപെട്ട് ഈ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാൻ പറ്റാവുന്നതാണെങ്കിൽ ഇറക്കണം, അല്ലാത്തവ ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതിനുള്ള അങ്ങനെയുള്ള ഒരു എമർജൻസി ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത. ഈ അടുത്തിടെ കുറെ പുതിയ വണ്ടി വാങ്ങിയിരുന്നു. അവിടെ തന്നെ കാണാം 2 ഭാരത് ബെൻസിന്റെ 2 വണ്ടികൾ കാണാം. അതിന്റെ നടുവിലാണ് കേടായ ഒരു വണ്ടി. കോഴിക്കോട് നഗരസഭയുടെ ടാങ്കർ ലോറിയാണ് കിടക്കുന്നത്. ആ 2 പുതിയ ലോറി ഓടിക്കാൻ ഡ്രൈവർ ഇല്ല ഇവിടെ? ഇല്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്നാൽ ആനയെ വാങ്ങിയിട്ടുണ്ട്, തോട്ടിയെ വാങ്ങാനും സംവിധാനമില്ല. മിക്കവാറും പുതിയ വാഹനങ്ങൾ വണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയല്ലേ സിനോജ്? ഒരുപാട് അഴകിന്റെ പേരിൽ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ വാങ്ങിയ വാഹനങ്ങൾ അരുൺകുമാർ, അതായത് ഈ ദൃശ്യങ്ങൾ കണ്ടു, ഭാരത് ബെൻസിന്റെ 2 വണ്ടി, അതിന് നടുവിൽ തകരാറിലായ അതൊരു 14 വർഷം പഴക്കമുള്ള വണ്ടിയാണ് നടുക്ക് കിടക്കുന്നത്. പക്ഷേ ഇടതും വലത്തും കിടക്കുന്നത് ഭാരത് ബെൻസിന്റെ പുതിയ വണ്ടിയാണ്. ഒരു 6 മാസത്തിനിടയിൽ വാങ്ങിയ വണ്ടികളാണ്. അതിനൊപ്പം തന്നെ മറ്റു വണ്ടികൾ വാങ്ങിയിരുന്നു. ആ വണ്ടികളൊക്കെ തന്നെ നിരത്തിലൂടെ ഓടി മാലിന്യം ശേഖരിക്കുന്നു. പക്ഷേ ഈ 2 വണ്ടി ഇവിടെ ഓടിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. അതാണ് കൗൺസിൽ പറഞ്ഞത്, ഓടിക്കാനുള്ള ഡ്രൈവർമാരില്ല, അതായത് സ്ഥിരം ഡ്രൈവർമാരില്ലാത്തതുകൊണ്ട് പുതിയ വണ്ടികൾ അവിടെ കിടക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങുന്ന
വാങ്ങിയ വാഹനം അത് വാങ്ങിച്ച് സർക്കാർ ഓഫീസിൻ്റെ മുമ്പിലിടുക, അത് ഓടിക്കാൻ ഡ്രൈവർ ഉണ്ടോ എന്നറിയാതെ വാഹനം വാങ്ങുക, വാഹനത്തിൽ ചെറിയ നിസാരമായിട്ടുള്ള കേടുപാടുകളുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കാതെ മാസങ്ങളോളം വർഷങ്ങളോളം അത് വെയിലിലും മഴയിലും ഇട്ടത് നശിപ്പിക്കുക, അതിനുശേഷം പുതിയ വാഹനം വാങ്ങുക. എന്ത് കാഴ്ചയല്ലേ!